ഗൈസ്, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് എന്ന് പറയടാ. ഹായ്. ഞാനും കുഞ്ഞും എന്റെ അനിയനും കൂടെ ഇന്നൊരു യാത്രയിലാണ്. ഞങ്ങൾ കോന്നി വരെ പോവാണ്. ഇന്ന് ഞാൻ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് അവരുടെ വീട്ടിലേക്ക്. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, എനിക്ക് 2 ദേവികമാരുണ്ട് ഫ്രണ്ട്സായിട്ട്. അവർ വീട്ടിലുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പോക്ക്. ആദ്യം പോകുന്നത് ദേവികയുടെയും ശ്രീജിത്തിൻ്റെയും വീട്ടിലേക്കാണ്. രണ്ടാമത് പോകുന്നത് ദേവിക അഖിലിൻ്റെ വീട്ടിലേക്ക്. പോകും വഴി ചെറിയ പർച്ചേസും കാര്യങ്ങളുമായിട്ട് ആദ്യം കയറിയത് കോന്നി അലങ്കാർ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. എല്ലാവരും ക്രിസ്മസിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിലാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ. പിന്നീട് പോയത് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി മെൻസ് വെയർ കളക്ഷനിലേക്കായിരുന്നു. അവിടുന്ന് നേരെ ദേവികയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഞങ്ങളെ കാത്തു നിൽക്കുന്ന പോലെയായിരുന്നു. ദേവൂട്ടൻ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മണ്ണിട്ടോ ജെസിപിക്കകത്ത്? എന്റെ അമ്മ എന്തേ? അവിടെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ദെൻ ദേവൂട്ടനെ റെഡിയാക്കിയ ശേഷം ഞങ്ങൾ ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു. ആവും ദേവൂട്ടൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു നന്നുവിനെ കണ്ടിട്ട്. പക്ഷെ നന്നു ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. നന്നു എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയില്ല. ഞങ്ങളെല്ലാവരും പഠിച്ച പണി 18 നോക്കി നന്നുവിനെ ഒന്ന് ഉഷാറാക്കാൻ. പക്ഷേ അവൾ ഒട്ടും കോപ്പറേറ്റ് ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ആ സമയത്തേക്കും ദേവൂട്ടൻ നല്ലതായിട്ട് കരയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം വരാൻ വേണ്ടിയിട്ട്. ഒരു ടാറ്റ കൊടുക്കും. അതൊന്നും ചെയ്തു. നമ്മളിനി എങ്ങോട്ട് പോകുന്നു? ദേവമ്മയുടെ അടുത്തായിട്ട്. അമ്മയുടെ സ്കൂളിലോട്ട് പോകുന്ന വഴിയാ കേട്ടോ ഇത്. അമ്മ ഇതുവഴിയൊക്കെ നടന്ന് എന്തോരം പോയിട്ടുണ്ടെന്നറിയോ ദേവമ്മയുടെ അടുത്ത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദേവുവിൻ്റെ വീട്ടിൽ വരികയാണ്. ദേവുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ച സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇൻ്റർവൽ ടൈമിലൊക്കെ ദേവുവിൻ്റെ വീട്ടിൽ വന്നു പോകാതെ ഞങ്ങളുടെ പതിവായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഫ്ലാഷ് ബാക്ക് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദേവി പ്രഗ്നൻ്റ് ആണ്. മാർച്ചിലേക്ക് ഞങ്ങൾ ബേബി എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അതെ അതെ, പാത്ത് നോക്കുന്ന കുട്ടിയാണ്. സന്ധ്യ സമയത്താണ് ഞങ്ങൾ ചെന്നത്. അച്ഛൻ അമ്പലത്തിലായതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല. അത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഞാൻ നന്നുവിനെയും കൊണ്ട് വരുന്നു. ഇത് എത്ര പെട്ടെന്ന് ഈ വർഷം പോയെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. 5ാം ക്ലാസ് തൊട്ട് +2 വരെ വന്ന വീടാണ്. ദേവുവിൻ്റെ അമ്മ ഞങ്ങൾ പഠിച്ച സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ ദേവിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നേ അറിയത്തില്ല. ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കും. പിന്നെ തമാശയും കാര്യങ്ങളും എല്ലാം. ഈക്വൽ ടൈപ്പുള്ള ആൾക്കാരാണ് ആ വീട്ടിൽ താമസിക്കുന്നവർ. കപ്പ, മീനച്ചാറ്, മാങ്ങാച്ചാറ്, ചമ്മന്തി ഒക്കെ കഴിച്ചു. ഇനി ബേബി വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഹലോ ബേബി എന്ന് പറഞ്ഞേ. അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഇൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.